ഒരു എഴുത്തുപോലും അയക്കാണ്ടേ എന്താ അപ്പോളെ? മോൾ ഒറ്റയ്ക്ക്? ഗോപി വന്നില്ലേ കൂടെ? ഞാൻ ഇങ്ങോട്ട് വന്നില്ലായിരുന്നെങ്കിൽ നിങ്ങൾ അങ്ങോട്ട് വരേണ്ടി വന്നേനെ. എന്റെ മോന്റെ ശവം കാണാൻ സഹിക്കാവുന്നതിലേറെ ഞാൻ സഹിച്ചു. എന്നാലും എന്റെ മോളെ, ഗോപിയോട് നിനക്ക് തുറന്ന് സംസാരിക്കാമായിരുന്നില്ലേ? അതിന് സുബോധത്തോടെ ഒരു നേരമെങ്കിലും മുന്നിൽ വന്നിട്ട് വേണ്ടേ അച്ഛാ? എന്റെ മോന് 9 മാസമായി. ഈ കുഞ്ഞിന്റെ മുഖം നേരമണ്ണം കണ്ടിട്ടില്ല എന്റെ ഭർത്താവ്, അറിയോ? കള്ളും കുപ്പിയുമായിട്ട് ചങ്ങാതിമാർ ഏത് നേരവും കൂടെ ഉണ്ടാവും. ആ നേരം നോക്കി ഓരോന്ന് ചോർത്തിയെടുക്കാൻ ബന്ധുക്കളും. ചത്താലൊന്ന് കരുതി ഈ കുഞ്ഞിന്റെ മുഖം കണ്ടപ്പോ അതിനും അച്ഛന്റെ ഈ ഭായം കെട്ട മകൾക്ക് കഴിഞ്ഞില്ല. ഞാനൊന്ന് ഗോപിയോട് സംസാരിച്ചാലോ? എന്തിന്? ഞാനിനി അങ്ങോട്ടേക്കില്ല, എന്ത് വന്നാലും ഇല്ല. വാസു പറഞ്ഞ ശരിയാണെന്ന് എനിക്ക് തോന്നി. മനഃപൂർവ്വം ഞാൻ വന്നില്ല. നീ എങ്കിലും രക്ഷപ്പെട്ടെ എന്ന് കരുതി. അതെനിക്കൊരു ശിക്ഷയായി. ആ തെറ്റ് ഞാൻ തിരുത്താൻ സുധേ. ആരെതിർത്താലും എനിക്കൊന്നുമില്ല. ഒരു കേസിന്റെയും ഭീഷണി എന്റെ തലയ്ക്ക് മുള്ളില്ല. ഞാനിന്ന് സ്വതന്ത്രനാണ്. കൂലിപ്പണി എടുത്തിട്ടെങ്കിലും നിന്നെ ഞാൻ പോറ്റാം. നിന്റെ മോനെ എന്റെ കുഞ്ഞായിട്ട് വളർത്താം. വൈകി പോയി ഉണ്ണീട്ടാ. എത്ര സ്നേഹം ഉണ്ടായാലും മറ്റൊരാളുടെ കുഞ്ഞാണ് എന്റെ മകൻ. സ്വന്തം അച്ഛനല്ലാത്ത ഒരാളുടെ തണലിൽ വളരേണ്ടി വന്നതിന്റെ വേദന ഉണ്ണിയേട്ടന്റെ കണ്ണിൽ നിന്ന് അറിഞ്ഞവളാണ് ഞാൻ. വയ്യ, ആ വിധിക്ക് എന്റെ മോനെ വിട്ടുകൊടുക്കാനാവില്ല ഉണ്ണിയേട്ടാ. എനിക്കിടായില്ല. കൊടുക്കാനുള്ളത് കൊടുക്കണ്ടേ? പെങ്ങളും കൊച്ചും വീട്ടിൽ നിൽക്കുന്ന സമയാ. കാശിന് ആവശ്യം കാണും. ആണുങ്ങളാവുമ്പോ ശകലം കഴിച്ചു എന്ന് വരും. അതിന്റെ പേരില് നമ്പ്യാരുടെ മോള് ബന്ധം മുറിച്ചിറങ്ങി പോരേ. ഇതെന്താ കഥ എന്ന് നമ്മളൊക്കെ കരുതി. ഇത് കഥ വേറെയാ. മുറച്ചിറക്കണൊരുത്തനില്ലേ പഴയ ഇഷ്ടക്കാരൻ, അവനിവിടെ ജയിലിൽ വന്ന് നിൽക്കുമ്പോ അവൾക്ക് എങ്ങനെ അവിടെ ഇരിക്കപ്പുറത്തി ഉണ്ടാവും? ഇനിയിപ്പോ അവളുടെ നായര് വന്ന് കാല് പിടിച്ചാൽ കൂടി പെണ്ണു പോവില്ല. അനാവശ്യം പറയരുത്. പരാക്രമം എന്റെ അടുത്ത് വേണ്ട. ചെന്ന് നോക്ക്, അമ്പലത്തിൽ ആർത്തടയിരുന്ന് ശൃംഗരിക്കുന്നതാണ് രണ്ടുപേരും. ഈ കുഞ്ഞ് ഇവന് വേണ്ടി മാത്രം ജീവിക്കുന്ന ഒരമ്മ, അത് മാത്രമേ ഇനി ബാക്കിയുള്ളൂ. എനിക്ക് മനസ്സിലാവുന്നു സുധ. ഗോപിയേട്ടനോട് ഞാൻ ചെന്ന് സംസാരിച്ചോട്ടെ ചോദിച്ചപ്പോ എന്ത് വന്നാലും അങ്ങോട്ടില്ലാന്ന്. ഇതായിരുന്നു മുന്നല്ലേ? ഓപ്പോളെ വിളിച്ച നാവുകൊണ്ട് ഒരു എന്നെ കൊണ്ടൊന്ന് വിളിപ്പിക്കരുത്. പോ വീട്ടില്. സുധ പോയിക്കോ. കേക്കൂ, വല്ലവരും പറയണത് കേട്ട് മിണ്ടരുത്. എന്റെ അച്ഛനെ ധിക്കരിച്ച് കല്യാണത്തലേൻ തന്റെ കൂടെ ഇറങ്ങിപ്പോരാൻ നിന്നപ്പോ ഓപ്പോൾക്ക് കൂട്ടുനിന്നവനാ ഞാൻ. വഞ്ചിച്ചു, അവരുടെ ജീവിതം നശിപ്പിച്ചു. എന്നിട്ടും മതിയാവാണ്ട് പിന്നെയും പഴയ ബന്ധങ്ങൾ പുതുക്കാൻ വരിക. അറിയാണ്ട കൊന്നിട്ടാക്കാൻ അകത്ത് പോയേ. അറിഞ്ഞുകൊണ്ട് കൊന്നിട്ട് അകത്ത് പോവാൻ എനിക്ക് മടിയില്ല. പോക്കിരിത്തരത്തിന് കൂട്ടു നിൽക്കാൻ എന്നെ കിട്ടില്ല. ചെന്ന് ഏട്ടനെ കാക്ക വേണ്ടി മാപ്പി ചോദിക്ക്. ഇനി നിന്റെ നിഴൽ പോലും ആ പെണ്ണ് കാണില്ലെന്ന് വാക്ക് കൊടുക്ക്. എന്നിട്ട് മതി എന്നെ ഇനി അമ്മയെന്ന് വിളിക്കാൻ. സൗദാമിനി, നിന്റെ ഭർത്താവ് മരിച്ചപ്പോഴോ പത്മനാഭൻ വന്ന് കൂടിയപ്പോഴോ നിന്നോട് എനിക്ക് സഹതാപം തോന്നിയിട്ടില്ല. പക്ഷേ ഇപ്പോ ഇങ്ങനൊരു നാരിയെ പോറ്റി വളർത്താൻ വേണ്ടിയാണല്ലോ നീ എന്റെ ജന്മം പറയപ്പെടുത്തി ഓർക്കുമ്പോ മുമ്പ് പിന്നൊരു നിമിഷം ആ നാട്ടിൽ നിന്നില്ല.
കാൽച്ചുവട്ടിലെ മണ്ണിന് പോലും തീ പിടിക്കുന്ന പോലെ തോന്നി. എങ്ങോട്ടൊന്നില്ലാതെ ഓടി വന്ന് വീണത് നിങ്ങളുടെ മുന്നിലായിപ്പോയി. ജീവിതം കുറെ കണ്ടവനാടായി ഞാനും. പക്ഷേങ്കിൽ ഓരോരുത്തർ അനുഭവിക്കേണ്ടി വരുന്നത് ഓരോന്നാണല്ല. എന്നാലും നിന്നെ എനിക്ക് മനസ്സിലാകുന്നുണ്ട് രാമോനെ. ഞാനെങ്ങാട്ട് നോക്കണമൊന്നുമില്ല. അവിടെ നിന്ന് കുളിച്ചേട്ടാ. അധികം പടിഞ്ഞാട്ട് പോണ്ടേട്ടാ, കയണ്ടാവും. കാല് ചോദിച്ചാ പിന്നെ നീന്തലറിഞ്ഞിട്ട് കാര്യമില്ല. എന്റെ കർത്താവേ, കൈയുണ്ടെന്ന് ഞാൻ പറഞ്ഞതാണ്. എന്റെ കർത്താവേ, വെള്ളം ഒരുപാട് കുടിച്ചെന്നാണ് തോന്നണത്. ഞാനിപ്പോ ഇല്ലായിരുന്നെങ്കിൽ. നിൽക്ക്. ആ വെള്ളത്തിൽ മുങ്ങിച്ചത്തിരുന്നെങ്കിൽ അതെങ്കിലും രക്ഷയായനെ. നീ എന്തിനാ എന്നെ രക്ഷിച്ചേ? ദേ, ഒരു വക ദൈവത്തിന് നിരക്കാത്ത വർത്താനം പറയരുത് കേട്ടാ. ആർക്കും വേണ്ടാത്തൊരു ജന്മം. വേറെ ആർക്കും വേണ്ടാന്ന് തന്നെത്താൻ ഇങ്ങ് തീരുമാനിച്ചാ പോരാ. എനിക്ക് വേണമെങ്കിലാ. റാഹിലെ, പിന്നെ ആകെ ഉള്ളതാണ് ഈ തന്ത. കൂലിക്കിതല്ല നടക്കണ വെറും ഒരു ചട്ടമ്പി. വലിയ മീനിന് അതിലും വലിയ മീൻ വിഴുങ്ങുന്നു പറഞ്ഞ പോലെ എന്നേക്കാളും പമ്പന ഏതെങ്കിലും ഒരു കൊമ്പന്റെ മുമ്പിൽ ചെന്ന് ഒടുങ്ങാനുള്ളതാണ് ഈ ജീവിതം. അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചു പോയാ പിന്നെ എന്റെ മോക്ക് ആരും ഉണ്ടാവില്ല. അതിനു മുമ്പ് എനിക്ക് അവൾ ആരെങ്കിലും പിടിച്ചേൽപ്പിക്കണം. എന്റെ സ്വഭാവ ഗുണമനുസരിച്ച് അത്ര പെട്ടെന്ന് ആരും ഇങ്ങാട് വരൂല. വന്ന 2-3 കേസ് എനിക്കത്ര ബോധിച്ചില്ല. നീ പറ, നിനക്കവളെ ഇഷ്ടമാണ്? കെട്ടിപ്പൊറപ്പിക്കാൻ ഉറപ്പുണ്ട? ഉണ്ടെങ്കിൽ ജാതി മതവും പൈലി നോക്കൂല. അതല്ല കളിതമാശൻ എന്റെ മകളുടെ അടുത്ത് എടുക്കാൻ നോക്കണമെങ്കിൽ സഹിക്കൂല ഞാൻ. പറ, എന്താ നിന്റെ മനസ്സിലെ? വിശ്വസിച്ച ആരെയും ഞാൻ വഞ്ചിച്ചിട്ടില്ല അച്ഛൻ. മതിയടാ, എനിക്ക് നിന്നെ വിശ്വാസമാണ്, 100 വട്ടം വിശ്വാസമാണ്. റാഹേലേ, ഇങ്ങോട്ട് വാടി. നിനക്കവന് ഇഷ്ടമാണ്? ഇഷ്ടമാണെന്ന് എനിക്ക് പിന്നെ അപ്പന് സമ്മതാണെങ്കിൽ. നിങ്ങൾക്കിടെ ആചാരപ്രകാരം ഒരു നിലവിള കൂടിയിരിക്കട്ടെ എന്ന്.
സാക്ഷിയും ക്ഷണിക്കപ്പെട്ടവരൊന്നും വേണ്ട. അനുഗ്രഹിക്കാൻ എന്റെ അന്നക്കുഞ്ഞിന്റെ ആത്മാവ് മുകളിലുണ്ട്. കണ്ണീരോടെ കണ്ടു നിൽക്കാൻ ഞാനും. നീ മിന്നൗക്കര കെട്ടലാട്ട് കെട്ട്. കെട്ടിയാനും തേടി ഞാനിവിടെ ഉണ്ടേ. ആ വാ വാ, ചില ഗൗരവമുള്ള കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. നാട്ടിരി. കാര്യം അമ്മായിയപ്പനും മരുമോനും ആണെങ്കിലും നമ്മ രണ്ട് ജാതിക്കാരാണേ. നീ ഇവളെ കെട്ടി എന്റെ പുരയിൽ പൊറപ്പിക്കുന്നത് ഞങ്ങളുടെ ആചാരപ്രകാരം കുറച്ചിലാണ്. നിങ്ങളുടെ ആചാരപ്രകാരം ശരിയായിരിക്കും കേട്ടാ. പക്ഷേങ്കി ഞങ്ങൾക്ക് കുറച്ചിൽ തന്നെയാണ്. ഒരു പണി അതിപ്പോ ഏത് നാട്ടിൽ ചെന്നാലും നിനക്ക് കിട്ടുമല്ല. ആ പേടിയില്ല. എന്റെ മോള് എന്നെ വിട്ടുപോണത് എനിക്ക് തന്നെയാണ്. എന്നാലും നീ നിന്റെ നാട്ടിലായിട്ട് പോണം. പെറ്റതള്ള അവിടെയാണല്ല. ഇനി ഇവള് ശുശ്രൂഷിക്കേണ്ടത് എന്നെയല്ല, നിന്റെ തള്ളേനെയാണ്. പഴയ പാരമ്പര്യത്തിൽ ജനിച്ചു വളർന്നതാ എന്റെ അമ്മ. പക്ഷെ മനസ്സിന് ഇഷ്ടപ്പെട്ട ഒരാക്കടെ കൂടെ ഇറങ്ങിപ്പോരാൻ നേരത്ത് അവരതോർത്തില്ലല്ല. അവർക്ക് നിന്നെ മനസ്സിലാവൂടാ. ഇല്ലെങ്കിൽ നമ്മ മനസ്സിലാക്കിക്കും. ഇല്ലേ വേണ്ട. എവക്കടെ പേരിലെ നാഴി മണ്ണ് നിന്റെ നാട്ടിൽ ഞാൻ മേടിക്കും. അവിടെ നീ ഒരു പെര വെച്ച് എവളെ നിന്റെ വീട്ടിൽ പൊറപ്പിക്കണം. അതാണ് എനിക്ക് അന്തസ്. നിന്റെ പേരിലൊരു പാവം പെണ്ണ് അവിടെ പേര് ദോഷം കേട്ടിട്ടുണ്ടല്ല, അതങ്ങോട്ട് മാറിക്കിട്ടേം ചെയ്യും. അമ്മ അഥവാ സ്വീകരിച്ചില്ലെങ്കിൽ തന്നെ ഇവളുടെ പേരിൽ നാഴി മണ്ണ് വാങ്ങിയിട്ട് വേണ്ട എനിക്ക് അവിടെ ഒരു കൂര ബന്ധാൻ. എല്ലാം ഇട്ടെറിഞ്ഞു പോന്നപ്പോൾ തറവാട്ടിലൊരു അവകാശം ഇപ്പോഴും എനിക്ക് ബാക്കിയുണ്ട്. ഒരു നിമിഷവും നിൽക്കണം. ഞാൻ കല്യാണം കഴിച്ച പെണ്ണാണ് എന്റെ ഭാര്യ റാഹിൽ. എന്റെ അമ്മാവനാണ്. അച്ഛനെ കണ്ട ഓർമ്മയില്ല എനിക്ക്. ആ സ്ഥാനത്തോടെയുള്ള ആളാണ് എന്റെ കാരണവര്. വന്ന് അനുഗ്രഹം വാങ്ങും. നീ എന്താടി മേടിച്ചു നിൽക്കണത്? ചെന്ന് കാലുകൊട്ട് നമസ്കരിക്കടി. വിവരമില്ലാഞ്ഞിട്ടാണ് കേട്ടാ. ഞങ്ങൾ കുടുംബക്കാരായിട്ട് വലിയ വാശിക്കാരാ, കണ്ടില്ലേ? കൊള്ളാമല്ല.